സംയുക്ത സന്ദേശം. പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. പോകുന്നതിനോടൊപ്പം തന്നെ ബാബയ്ക്ക് കുട്ടികളുടെ വിശേഷ ഓർമ്മകൾ നൽകുന്നു. ചിലരുടെ ഏതെങ്കിലും വിശേഷ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും പോയി ബാബയെ കേൾപ്പിക്കുന്നു. ഇന്ന് കേൾപ്പിക്കുന്ന സമയത്ത് ബാബ പറഞ്ഞു, കുട്ടി അഭ്യർത്ഥനകളുമായി വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അഭ്യർത്ഥനയല്ല, അങ്ങ് ഇതിനെ എന്തായി കരുതിയാലും ഓർമ്മയുടെ രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പിന്നെ ബാബ പറഞ്ഞു, കുട്ടി താഴെ സാകാര വതനത്തിലെ മറ്റെന്ത് സമാചാരമാണ് ഉള്ളത്? ഞാൻ പറഞ്ഞു, ബാബ താഴെ ഭട്ടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ച് ടീച്ചേഴ്സ് സഹോദരിമാരും വന്നിരിക്കുകയാണ്. ശിബിരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ബാബ ടീച്ചേഴ്സ് സഹോദരിമാരെ കുറിച്ച് വളരെ നല്ലൊരു കാര്യം കേൾപ്പിച്ചു. ബാബ പറഞ്ഞു, ബാബ തൻ്റെ ടീച്ചേഴ്സ് സഹോദരിമാരെ വിശേഷിച്ച് മാസ്റ്റർ ടീച്ചറിൻ്റെ രൂപത്തിൽ, മാസ്റ്റർ ഗുരുവിൻ്റെ രൂപത്തിൽ പറയുന്നു. എന്നാൽ മാസ്റ്റർ ബാബയുടെ രൂപത്തിൽ ഒരിക്കലും പറയുന്നില്ല. ബാബ ടീച്ചറിൻ്റെ രൂപം നൽകിയിട്ടുണ്ട്, മാസ്റ്റർ ഗുരുവിൻ്റെ രൂപം നൽകിയിട്ടുണ്ട്. ഇന്ന് ബാബ വിശേഷിച്ച് ടീച്ചേഴ്സ് സഹോദരിമാരായ എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. മാസ്റ്റർ ബിസിനസ്മാൻ ആണ്. അത് എങ്ങനെ, എപ്രകാരം എന്നതിൻ്റെ രഹസ്യം ബാബ മനസ്സിലാക്കിച്ചു തന്നു, പറഞ്ഞു തന്നു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ബാബയെ സംബന്ധിച്ച് വിശേഷിച്ച് ടീച്ചേഴ്സ് സഹോദരിമാരുടെ കാര്യമാണെങ്കിൽ ബാബയുടെ കട എന്ന് പറയാം, ബിസിനസ് എന്ന് പറയാം, ബാബയുടെ വീട് എന്ന് പറയുന്നു. അപ്പോൾ വിശേഷിച്ച് അവർ ബാബയുടെ സെന്റർ പരിപാലിക്കുന്നു. ആരെല്ലാം ബാബയുടെ വീട്ടിൽ വരുന്നുവോ അവർക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ ആ ദൃഷ്ടിയിലൂടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആര് എത്ര വലിയ ബിസിനസ്മാൻ ആയിരിക്കുമോ ആ ബിസിനസ്മാൻ ദിവസേനയുള്ള റുട്ടീനിൽ തൻ്റെ കാര്യവ്യവഹാരങ്ങൾ നോക്കുന്നു, തൻ്റെ വളർച്ചയെ നോക്കുന്നു, തൻ്റെ ബിസിനസ്സിനെ നോക്കുന്നു. എത്രത്തോളം സമ്പാദിച്ചു, എത്ര ചിലവഴിച്ചു, എത്ര വളർച്ചയുണ്ടായി, ഇത് വിശേഷിച്ച് ബിസിനസ്മാൻ്റെ ഒരു വിശേഷ ഉദ്ദേശമാണ്. ബാബ പറയുന്നതിനിടയിൽ ഇങ്ങനെ പറയുവാൻ തുടങ്ങി. ഇന്ന് ബാബ തൻ്റെ കുട്ടികളെ, തൻ്റെ സഹപ്രവർത്തകരെ മാസ്റ്റർ ഗുരുവിൻ്റെ രൂപത്തിൽ, മാസ്റ്റർ ടീച്ചറിൻ്റെ രൂപത്തിൽ, ബിസിനസ്മാൻ്റെ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ഓരോരോ പുത്രന്മാരും പുത്രിമാരും ബാബയുടെ വീടിനെ, ബാബയുടെ സെന്ററിനെ പരിപാലിക്കുന്നു. ഓരോരുത്തരും തൻ്റെ മനസ്സുകൊണ്ടും തൻ്റെ ലക്ഷ്യം കൊണ്ടും തൻ്റെ പുരുഷാർത്ഥത്തെയും തൻ്റെ സഹോദരി സഹോദരന്മാരെയും വന്നു ചേരുന്ന ആത്മാക്കളെയും അതേ പ്രകാരത്തിൽ നിറയ്ക്കണം. ദാതാവായി അതേ പ്രകാരത്തിൽ ദാനം ചെയ്യണം. ബാബ ഇത് പറയുകയായിരുന്നപ്പോൾ ഒരു ബിസിനസ്മാൻ്റെ രൂപത്തിൽ ബാബ ചില കണക്കുകൾ നോക്കുന്നതായി തോന്നി. ബാബ പറഞ്ഞു, നോക്കൂ, ബ്രഹ്മബാബയും ബിസിനസ്മാൻ ആയിരുന്നു. ബാബ ദിവസവും നോക്കുമായിരുന്നു. ബാബ പറഞ്ഞു, എൻ്റെ സഹപ്രവർത്തകരായ ടീച്ചേഴ്സ് സഹോദരിമാർ ഓരോരുത്തരും സ്വയം തന്നിൽ നോക്കണം, തൻ്റെ കണക്കിൽ നോക്കണം. ഞാൻ ഇന്നത്തെ മുഴുവൻ ദിവസത്തിൽ സ്വയം തനിക്ക് വേണ്ടിയും മറ്റ് ആത്മാക്കൾക്ക് വേണ്ടിയും വിശ്വത്തിനു വേണ്ടിയും എത്രത്തോളം പുണ്യം ഉണ്ടാക്കി, പുണ്യം ശേഖരിച്ചു,
എത്രത്തോളം എല്ലാവരുടെയും ആശീർവാദങ്ങൾ ശേഖരിച്ചു. ഇത് ബിസിനസ്മാൻ വിശേഷിച്ച് ഉറച്ച കരാർ ഉണ്ടാക്കേണ്ട ഒന്നാണ്. ബാബ ഇത് കേൾപ്പിച്ചു. ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. പലരുടെയും ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ബാബ വളരെ സ്നേഹത്തോടെ കേൾക്കുകയും ചെയ്യുന്നു, മനസ്സിലാക്കുകയും ചെയ്യുന്നു. സംസാരിക്കുന്നതിനിടയിൽ ബാബ കണ്ണുകളുടെ സൂചനയിലൂടെയും ചിലത് കേൾപ്പിക്കുന്നു, സംസാരിക്കുകയും ചെയ്യുന്നു. ബാബ ഇപ്രകാരം കേൾപ്പിക്കുകയായിരുന്നു. ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ബാബയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. പിന്നെ പറഞ്ഞു, എൻ്റെ സഹപ്രവർത്തകരായ ടീച്ചേഴ്സ് വന്നിരിക്കുകയാണ്. മാസ്റ്റർ ഗുരുവുമാണ്. എല്ലാവർക്കും, മുഴുവൻ ബ്രാഹ്മണ പരിവാരത്തിലെ കുട്ടികൾക്കും സഹോദരി സഹോദരന്മാർക്കും ബാബയുടെ വളരെ വളരെയധികം ഓർമ്മകൾ നൽകണം. പിന്നെ ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.